സുഹൃത്തുക്കളെ, ഒരല്പ സന്തോഷത്തോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഈ ഒരു രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് BJP കേരളത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്നൊക്കെ പലപ്പോഴും ഞാൻ നിരന്തരം പറയാറുണ്ട്. ഇവർ അധികാരത്തിലേക്ക് മെല്ലെ എത്തുന്നു. ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാലക്കാട് മിക്കവാറും ഇവന്മാർ പിടിച്ചു. ഏകദേശം നമ്മുടെ തിരുവനന്തപുരം വരെ കയ്യിലാണ് എന്നറിഞ്ഞ ഒരു നിമിഷം മുതൽ എന്തൊക്കെയാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാമായിരുന്നു. എന്റെ സുഹൃത്തുക്കളെ നോക്കൂ, പാലക്കാട് പുതുശ്ശേരിയില് കരോൾ സംഘത്തെ ആക്രമിച്ചു. ഹിന്ദു രാഷ്ട്ര इधर क्रिश्चियन का चलेगा नहीं उठा ले हिंदू हिंदू है ना हिंदू है ना हिंदू है तो फिर ये कैसे कर रहे हो बंद कर RSS പ്രവർത്തകർ അറസ്റ്റിൽ എന്നതാണ്. കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ, കൃത്യമായിട്ട് കണ്ടോളൂ. ഇനിയിപ്പോൾ ഞാൻ അത് വേറെ വല്ല വാർത്ത നിർത്താതെ പറയേണ്ട റിപ്പോർട്ടർ ചാനലാണ് കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കരോൾ സംഘത്തെ ആക്രമിച്ചു, RSS പ്രവർത്തകർ അറസ്റ്റിൽ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു, ഇവന്മാർക്ക് സ്വന്തം മതമല്ലാതെ സോക്കോൾഡ് തീവ്ര ഹിന്ദു മതം നമ്മുടെ സംഭവമല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സംഭവത്തെയും ഒരു സംഗതിയെയും ഈ ആളുകൾക്ക് ഇഷ്ടമല്ല. ഇന്നലെ ഉണ്ടായ സംഭവം കരോളുമായിട്ട് പോയ കുട്ടികൾ അവരെ പറഞ്ഞാൽ ഇവർക്ക് വ്യക്തമായ രാഷ്ട്രീയമൊന്നുമില്ല. 14 വയസ്സിൽ താഴെയുള്ളതാണ് എല്ലാ കുട്ടികളും. അവർ എല്ലാ വർഷങ്ങളിലും ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഈ ക്രിസ്തംഗികളൊക്കെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഒപ്പം നിൽക്കുന്നതെന്നുള്ള എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ കുറെ ക്രിസ്ത്യാനികളൊക്കെ ഈ സംഘികളെയും സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിന് എന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതേ പാലക്കാട് തന്നെയാണ് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ അതിദാരുണമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. അത് ആരാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ആക്രമണം നമ്മുടെ നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ അത് ഏത് രാഷ്ട്രീയക്കാരാണ് അത് ചെയ്തതെന്ന് വളരെ പെട്ടെന്ന് മാധ്യമങ്ങൾ എടുത്ത് പറയും. ഇനിയിപ്പോൾ ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ 4 വീട് അപ്പുറമുള്ള ഒരാളാണ് ഒരു ആക്രമണം നടത്തിയെന്ന് വിചാരിക്കാം. അയാൾ പാർട്ടിക്കാരനാവുന്നില്ല, CPM-കാരനാവുന്നില്ല. പക്ഷേ പത്രത്തിൽ വാർത്ത വരിക ഇങ്ങനെയായിരിക്കും: CPM നേതാവിൻ്റെ അയൽക്കാരൻ ആളുകൾ ആക്രമിച്ചു. മനസ്സിലായില്ലേ? CPM നേതാവിൻ്റെ, എന്തിനാണ് CPM നേതാവിൻ്റെ എന്നൊരു സംഗതി അവിടെ വെച്ച് എന്നൊരു പിടുത്തുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ വാർത്ത വരുന്ന സമയത്തും ഈ പാലക്കാട് അത്ര ഭീകരമായിട്ട് ആ ഒരു ആക്രമണം നടത്തിയത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ്, ആരാണ് ആ പാവം മനുഷ്യനെ, ഇന്ത്യക്കാരനായിട്ടുള്ള സോക്കോൾഡ് ഹിന്ദു മതത്തിൽ തന്നെ പിറന്നു എന്ന് പറയപ്പെടാൻ സാധിക്കുന്ന ആ ഒരു മനുഷ്യനെ ആരാണ് അങ്ങനെ അതിഭീകരമായി ആക്രമിച്ച് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല ചെയ്തത് എന്ന ആ രാഷ്ട്രീയം മാത്രം നമ്മൾ ആരും അറിഞ്ഞില്ല. ഒരു മാധ്യമങ്ങളും അതിനെപ്പറ്റി മിണ്ടുന്നില്ല എന്നാണ്. കേട്ടോളൂ, എന്തുകൊണ്ട് ഇവർ വരാൻ പാടില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തുടങ്ങിയിരിക്കുന്നതാണ്. അതിലത്തെ ആദ്യത്തെ സംഘമാണ് ആ കരോൾ സംഘത്തെ പാലക്കാട് പുതുശ്ശേരിയിൽ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത. 2 കേട്ടോളൂ. വാർത്ത അത് കേരളീയ സമൂഹത്തെ തന്നെ മൊത്തത്തിൽ നാണം കെടുത്തുന്നതും ഞെട്ടിക്കുന്നതും ഒക്കെയാണ്, സങ്കടകരമാണ്. ഒരു ബംഗ്ലാദേശിയാണ് എന്ന് പറഞ്ഞൊരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു കൊല്ലുന്ന ഒരു ദൃശ്യം. അത് കേരളത്തിൽ ബൽറാം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി ഇടപെടുന്ന ആളായതുകൊണ്ട് നമുക്കറിയാമല്ലോ. ഒരു പോസ്റ്റ് ഇട്ട് അല്ല അതിന്റെ അടിയിൽ വന്ന് കൂട്ടം ചേർന്ന് ബംഗ്ലാദേശികൾ കേരളത്തിൽ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ തന്നെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ബാക്കി പത്രമാണ് അവിടെ കണ്ടത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളിൽ വീണിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് പാവപ്പെട്ട ആളുകൾക്ക് മേലെ കയ്യേറ്റത്തിന് മുതിരുകയും ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത വണ്ണം ക്രൂരമായി മർദ്ദിച്ച ഒരാളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായി. ആ വിഷയത്തിൽ എന്താണ് ബൽറാമിന്റെ ഒരു പ്രതികരണം? സുഹൃത്തുക്കളെ, ബൽറാമിനോടാണ്, കോൺഗ്രസ്സുകാരനോടാണ് കൃത്യമായിട്ട് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എനിക്കൊരല്പം വിശ്വാസം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. കോൺഗ്രസ്സുകാരൻ തന്നെയാണെങ്കിലും ബൽറാം എന്ന് പറഞ്ഞൊരു വ്യക്തി പാലക്കാട് ഈ അടുത്ത കാലത്ത് കാണാത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ബംഗ്ലാദേശിയാണ്, നമ്മുടെ നാട്ടുകാരനല്ല, സോക്കോൾഡ് ഇസ്ലാം മത വിശ്വാസിയാണ് എന്നൊക്കെ ധാരണയിലാണ് ആ ഒരു പാവം മനുഷ്യനെ തല്ലിക്കൊന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. ആ ഒരു സ്വഭാവം, ഒരു ഉത്തരേന്ത്യൻ കാടത്ത സ്വഭാവം നമ്മുടെ കേരളത്തിലേക്ക് മെല്ലെ മെല്ലെ വേരുറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ്. ഇദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്? നട്ടലുണ്ടെങ്കിൽ ഇദ്ദേഹം ഉത്തരം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാനത് കേട്ടിട്ടില്ല.
നട്ടലുണ്ടെങ്കിൽ ആരാണ് ഇതിന്റെ പുറകിലുള്ള രാഷ്ട്രീയക്കാർ എന്നതിനെ പറ്റി ഇദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദുഃഖകരമാണ്. കേരളീയർക്ക് മുഴുവൻ അല്ലെങ്കിൽ മനുഷ്യരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അപമാനകരമാണ്. ഇവിടെ ഇപ്പൊ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, ഇനി ഇൻ കേസ് ബംഗ്ലാദേശി ആണെന്ന് തന്നെ വെക്കുക, അങ്ങനെ ഒരാളെ നടു റോട്ടിൽ സംഘം ചേർന്ന് ആൾക്കൂട്ട അതിക്രമം നടത്തി അടിച്ചു കൊല്ലാനുള്ള അവകാശം ആർക്ക് നൽകിയിട്ടുള്ളത്? ബംഗ്ലാദേശിയെ കൊല്ലാം എന്നുള്ള നിയമം ഈ നാട്ടിലുണ്ടോ? ബംഗ്ലാദേശി ആണെങ്കിൽ അവരുടെ ഇങ്ങോട്ടുള്ള കടന്നുകയറ്റം ഇല്ലീഗലാണ്, ശരിയാണ്. ആ ഇല്ലീഗലായിട്ടുള്ള ഒരു മൈഗ്രന്റിനെ അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, പോലീസിന് പിടിച്ചു കൊടുക്കുക എന്നതല്ലാതെ ആൾക്കൂട്ട അക്രമം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ആൾക്കൂട്ട അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോജിക്കായി ഈ ബംഗ്ലാദേശി ടാഗ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതൊരു അപകടകരമായിട്ടുള്ള പ്രവണതയാണ്. ബംഗ്ലാദേശി ആവട്ടെ, ഇന്ത്യക്കകത്തുള്ള ആളാവട്ടെ, ഛത്തീസ്ഗഡുകാരനാവട്ടെ, വേറെ ഏത് സംസ്ഥാനക്കാരനാവട്ടെ, മലയാളിയാവട്ടെ, ഇപ്പൊ മധു തീർച്ചയായിട്ടും ഇതേപോലെ നമ്മൾ അങ്ങനെ തല്ലിക്കൊന്നൊരു മനുഷ്യന്റെ പേര് കൂടിയാണ് മധു എന്ന് പറയുന്നത്. തിരിച്ച് ആക്രമിക്കില്ല, നമുക്ക് തിരിച്ചിട്ട് ആക്രമിക്കില്ല. നമ്മളിൽ നിന്ന് നിറം കുറഞ്ഞു പോയവനാണ്, നമ്മുടെ അത്ര സാമ്പത്തിക അവസ്ഥ ഒന്നും ഇല്ലാത്ത ഒരുവനാണ് എന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ ആരെയും തല്ലിക്കൊല്ലാമെന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കേരളീയരൊക്കെ മാറുന്നുണ്ടെങ്കിൽ അതെന്തൊരു ഭീകരമാണെന്ന് ആലോചിച്ചൊക്കെ. ഇനി ബംഗ്ലാദേശി തന്നെ ആവട്ടെ, അയാളൊരു മുസ്ലിം മതവിശ്വാസി തന്നെ ആവട്ടെ, അത്തരം ആളുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്കൊക്കെ കുടിയേറി പാർക്കുന്നത് നിയമവിരുദ്ധമാണ്. ആണെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കുന്നേ, നിയമപരമായിട്ട് മുന്നോട്ട് പോട്ടെ. അതിനൊക്കെ തല്ലിക്കൊല്ലാനുള്ള ആ ഒരു നരാധമ മനസ്സ് എന്തുകൊണ്ട് ഈ ജനങ്ങൾക്ക് ഉണ്ടാവുന്നു? ഇദ്ദേഹം പറഞ്ഞു തീർത്തിട്ടില്ല. പറയുന്ന ആദിവാസി യുവാവ് അട്ടപ്പാടിയിൽ ഇതേപോലെ ആൾക്കൂട്ട അതിക്രമക്ക് വിധേയനായത് ബംഗ്ലാദേശി ആയതുകൊണ്ടോ ഒന്നും അല്ലല്ലോ. അപ്പൊ ആൾക്കൂട്ട അതിക്രമം എന്ന് പറയുന്ന ഒരു സംഘപരിവാർ ട്രേറ്റ് ആണത് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അപകടകരമാണ്. അതിനെ മുളയിൽ തുള്ളേണ്ട ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഭരണകൂടം വേണ്ട രീതിയിൽ ഇക്കാര്യത്തിൽ ഇതിന് ശേഷമെങ്കിലും ഇടപെട്ടുവോ എന്നുള്ള ചോദ്യം നിങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തണം. ഇപ്പോഴാണ് മന്ത്രിമാരൊക്കെ ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്. ഇപ്പോഴും കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചതായിട്ട് എനിക്കറിയില്ല. ഇപ്പൊ ഇന്നലെ രാത്രി വരെ ഈ ആൾക്ക് കേരളത്തിലെ സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്, ഒരു സംശയമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ അത് എത്ര വലിയൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. 2 ദിവസം ആയല്ലോ. അപ്പൊ അതിന് ശേഷം സ്റ്റേറ്റ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യണം. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം നടക്കുന്നു. തീർച്ചയായിട്ടും ബെഡ്രാം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊരു RSS ട്രൈറ്റ് ആണ്. എന്താണ് RSS ട്രൈറ്റ്? RSS സ്വഭാവമാണ്. ആ ഒരു സ്വഭാവമാണ് നമ്മുടെ കേരളത്തിലേക്ക്, നമ്മുടെ പാലക്കാട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഞാൻ അല്പം സന്തോഷവാനാണെന്ന്. അദ്ദേഹം കൊല്ലപ്പെട്ടതിലല്ല കേട്ടോ, 1% പോലും അതിൽ സന്തോഷവാനാണെന്നല്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ മുന്നേ കൂടി എൻ്റെ ചാനലിൽ കൂടി പറഞ്ഞിരുന്നു, ഇവർ അധികാരത്തിൽ വന്നാൽ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് പറയുന്ന ചില സൂചനകൾ തന്നിരുന്നു. ആ സൂചനകൾ ശരിയാകുന്നുണ്ടല്ലോ എന്ന് പറയുന്ന വേദനയോട് കൂടിയിട്ടുള്ള ഒരു ആനന്ദമാണ് പറയുന്നത്. വളരെ വേദനയാണ്. അതിൻ്റെ രണ്ടാമത്തെ സൂചനയാണ് പാലക്കാട്ട് തന്നെയാണ്, അതിർത്തി പ്രദേശത്താണ് ആ ഒരു പാവം മനുഷ്യൻ, ആ ഒരു പാവം ഇന്ത്യക്കാരൻ കൊല ചെയ്യപ്പെട്ടതെങ്കിൽ പാലക്കാട് തന്നെയാണ്. പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തെ ആക്രമിച്ചിരിക്കുന്നത്. അതും RSS പ്രവർത്തകരാണ് പിടിയിലായിട്ടുള്ളത്. മുന്നേ കൊല ചെയ്യപ്പെട്ട ആ മനുഷ്യനെ ആക്രമിച്ചവരുടെ പേരിലും പിടിക്കപ്പെട്ട ആളുകൾ RSSകാരെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. RSSകാർ തന്നെയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ട ആളുകൾ അവര് RSSകാർ എന്ന് മാത്രമല്ല, അവര് മറ്റു പല കേസുകളിലും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. മതേതരം എന്ന് പറയുന്നൊരു പേജുണ്ട്, മതേതരം എന്ന് പറയുന്നൊരു പേജുണ്ട്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ബംഗ്ലാദേശി എന്നാരോപിച്ച് തല്ലിക്കൊന്നത് ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായണനെ BJP പ്രവർത്തകർ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ ഫോട്ടോസ് അടക്കം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. അത് ഏത് ഭാഗത്താണ്? നമുക്ക് പാലക്കാട് അതിഥി തൊഴിലാളിക്ക് നേരുണ്ടായ ആൾക്കൂട്ട ആക്രമണം അടികിട്ടാത്ത ഒരു ഭാഗം പോലും ശരീരത്തിലില്ല എന്ന് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞിരിക്കുന്നു. അതിഭീകരമാണ് ആ ഒരു ആൾക്കൂട്ട ആക്രമണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ പാലക്കാട് മാത്രമല്ല, അങ്ങ് തിരുവനന്തപുരത്തും ആക്രമിക്കുമെന്നും ഇപ്പോഴത്തെ കരോൾ സംഘത്തെ ആക്രമിച്ച സംഗതികളില്ലേ, അത് ഇനിയും തുടരുമെന്നുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇത് അവസാനിക്കാൻ പോകുന്നില്ല, തുടർന്നു കൊണ്ടേയിരിക്കും നമ്മുടെ കേരളത്തിൽ. ബൈ. छोड़ के और कुछ कर सकते हो? नहीं कर सकते हो बस। तो हिंदुओं के इसको कैसे बेच रहे हो? इसको मुसलमान बेचते हैं।
नहीं वो बात नहीं मैं बोल रहा हूँ हमको उससे कोई मतलब नहीं, हमको उससे कोई मतलब नहीं जो